الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون بسم الله الرحمن الرحيم وأن هذا صراطي مستقيما فاتبعوه ولا تتبعوا السبل فتفرق بكم عن سبيلي ذلكم وصاكم به تتقون സത്യവിശ്വാസികളെ വിശ്വാസികളെ റഹ്മാനായ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ നിയമ നിർദ്ദേശങ്ങൾ കഴിവിന്റെ പരമാവധി ജീവിതത്തിൽ പാലിക്കുവാൻ പരിശ്രമിച്ചുകൊണ്ട് മുത്തഖീങ്ങളായി ജീവിക്കണേ എന്ന് പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാം തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. ജീവിതത്തിന്റെ എല്ലാ മേഖലയും അല്ലാഹു സുബ്ഹാനഹു വ തആല ഖൈറും ബറക്കത്തുമെല്ലാം നമ്മിലെല്ലാം വർഷിക്കുമാറാവട്ടെ. ജീവിത അവസാനം വരെ റബ്ബിന്റെ മാർഗത്തിലായി ജീവിക്കുവാനും അവന്റെ ദീനിനു വേണ്ടി ഇഖ്ലാസോടെ സേവനങ്ങൾ ചെയ്യാനുമുള്ള തൗഫീഖ് നൽകി റബ്ബ് നമ്മയെല്ലാം അനുഗ്രഹിക്കുമാറാവട്ടെ. വിശുദ്ധ ഖുർആൻ സൂറത്തുൽ അൻആമിലെ 153-ാമത്തെ വചനമാണ് ഓതി വെച്ചത്. കഴിഞ്ഞ ആഴ്ചകളിൽ സൂചിപ്പിച്ചതുപോലെ രണ്ട് അടിസ്ഥാനങ്ങളിലാണ് ഇസ്ലാമിന്റെ മൊത്തം കാര്യങ്ങൾ സ്ഥാപിതമായത്. ഒന്ന്, റബ്ബിനെ മാത്രം ആരാധിക്കുക. രണ്ട്, റബ്ബ് നിശ്ചയിച്ച ഇബാദത്തുകൾ മാത്രം നിർവഹിക്കുക. അത് രണ്ടിന്റെയും പ്രാധാന്യവും അത് നിലനിർത്താൻ ആവശ്യമായ അധ്യാപനങ്ങളും ധാരാളമായി പ്രമാണങ്ങളിൽ വന്നത് നാം സൂചിപ്പിച്ചു. ഒന്നാമത്തെ ഭാഗം തൗഹീദാണ്, ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ പൂർത്തീകരണമാണ്. റബ്ബിനെ മാത്രം ആരാധിക്കുവാനും റബ്ബല്ലാത്തവരിലേക്ക് ആരാധന പോകാതിരിക്കാനുമായി അല്ലാഹു റസൂൽ നിശ്ചയിച്ച ഒട്ടനവധി അധ്യാപനങ്ങൾ, താക്കീതുകൾ കഴിഞ്ഞ ഖുതുബയിൽ നാം മനസ്സിലാക്കി. രണ്ടാമത്തെ ഭാഗം റബ്ബ് നിശ്ചയിച്ച ഇബാദത്തുകൾ മാത്രം ചെയ്യുക എന്നതാണ്.
അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹി എന്ന രണ്ടാമത്തെ ഷഹാദയുടെ യഥാർത്ഥ ആശയത്തിന്റെ പൂർത്തീകരണമാണത്. അല്ലാഹു തആല പ്രവാചകൻ നിശ്ചയിച്ചത് തന്നെ എന്തൊക്കെ ഇബാദത്തുകൾ എപ്പോഴെല്ലാം ചെയ്യണമെന്ന് പഠിപ്പിക്കുവാനാണ്. ആ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ റസൂലാണ് എന്ന് അംഗീകരിക്കുന്നുവെങ്കിൽ, സാക്ഷ്യപ്പെടുത്തുന്നുവെങ്കിൽ അതിന്റെ തേട്ടമാണ് ആ റസൂൽ പഠിപ്പിച്ചത് മാത്രം ചെയ്യുക എന്നത്. റസൂൽ പഠിപ്പിച്ചതും ചെയ്യുന്നു അല്ലാത്തതും ചെയ്യുന്നു എന്നാണെങ്കിൽ പിന്നെ മുഹമ്മദ് നബിയെ റസൂലായി ഞാൻ സ്വീകരിക്കുന്നുവെന്ന്, ഞാൻ സാക്ഷ്യം വഹിക്കുന്നുവെന്ന് പ്രഖ്യാപിക്കുന്നതിൽ എന്തർത്ഥമാണ് ഉള്ളത്? അതുകൊണ്ട് തന്നെ അതിൽ നിന്ന് വഴിമാറിപ്പോകുന്ന എല്ലാ മേഖലകളെയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ധാരാളമായി താക്കീത് ചെയ്തതായി നമുക്ക് കാണാൻ സാധിക്കും. അവിടുത്തെ എല്ലാ ഖുത്ബയിലും എല്ലാ ഉപദേശങ്ങളിലും ആവർത്തിച്ച് നബി തങ്ങൾ പറയുന്ന പഠിപ്പിക്കുന്ന ഹദീസാണ് നമ്മളും സാധാരണ എല്ലാ ഖുത്ബയിലും ഉപയോഗിക്കുന്ന ഹദീസ്. ഖൈറുൽ കിതാബി കിതാബുല്ലാഹ്, കിതാബുൽ ഏറ്റവും ഖൈറായത് അല്ലാഹുവിന്റെ കിതാബാണ്. വഖൈറുൽ ഹദി ഹദിയു മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ചര്യകളിൽ ഏറ്റവും ഖൈറായ ചര്യ മുഹമ്മദ് നബിയുടെ ചര്യയുമാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ശേഷം നബി തങ്ങൾ പറയും വശർറൽ ഉമൂരി മുഹ്ദസാതുഹാ, കാര്യങ്ങൾ ഏറ്റവും ദുഷിച്ചത്, ഏറ്റവും ശർറായത്, മോശമായത് മുഹ്ദസാതുഹാ, പുത്തനാചാരങ്ങളാണ്, പുതിയതായി ചേർക്കപ്പെടുന്ന കാര്യങ്ങളാണ്. വകുല്ല മുഹ്ദസത്തിൻ ബിദ്അ, അങ്ങനെ പുതിയതായി ചേർക്കപ്പെടുന്ന മുഴുവൻ കാര്യങ്ങളും ബിദ്അത്തുകളാണ്, അനാചാരങ്ങളാണ്. വകുല്ല ബിദ്അത്തിൻ ളലാല, എല്ലാ ബിദ്അത്തുകളും ളലാലത്തുമാണ്, വഴികേടുമാണ്. മറ്റൊരു റിപ്പോർട്ടിൽ വകുല്ലു ളലാലത്തിൻ ഫിന്നാർ, എല്ലാ ളലാലത്തുകളും വഴികേടിലുമാണ് എന്ന് നബി തങ്ങൾ ധാരാളമായി ഓർമ്മപ്പെടുത്തിയ 1000 തവണയെങ്കിലും അവിടുത്തെ നാവ് കൊണ്ട് പറഞ്ഞ ഒരു ഹദീസാണ് ഈ ഹദീസ്. എന്തിനാണ് ഈ ഹദീസ് സ്ഥിരമായി ഓർമ്മപ്പെടുത്തിയത്? നബി തങ്ങൾ എല്ലാ ഖുത്ബയിലും അതുണ്ട്, അവിടുത്തെ എല്ലാ ഉപദേശങ്ങളുടെയും തുടക്കത്തിൽ അതുണ്ട്. നബി തങ്ങൾ എപ്പോഴൊക്കെ ആളുകൾക്ക് മുമ്പിൽ എഴുന്നേറ്റ് നിന്ന് ഉത്ബോധനം നിർവഹിച്ചിട്ടുണ്ടോ അവിടെയെല്ലാം സാധാരണയായി നബി തങ്ങൾ ഓർമ്മിപ്പിക്കുന്ന ഹദീസാണിത്. എന്തിനാണ് ഈ ഹദീസ് ഇങ്ങനെ ഓർമ്മിപ്പിച്ചത്? ഇത് ഇസ്ലാമിന്റെ അടിസ്ഥാനമാണ്. മുൻഗാമികളായ പണ്ഡിതന്മാർ പറഞ്ഞു 4 ഹദീസുകളാണ് ഇസ്ലാമിന്റെ മൊത്തം ആശയം സ്ഥാപിതമായത് എന്നാണ്. അതിൽ ഒന്ന് ഈ ഹദീസാണ്. 4 ഹദീസുകളിൽ ദീന് മൊത്തം സ്ഥാപിതമായിരിക്കുന്നു. അതിൽപ്പെട്ട ഒരു ഹദീസ് ഈ ഹദീസാണ്. പുതുതായി കൂട്ടിച്ചേർക്കപ്പെടുന്ന കാര്യങ്ങളെല്ലാം ബിദ്അത്താണ്, ബിദ്അത്തുകളെല്ലാം ളലാലത്താണ്, വഴികേടാണ്, വഴികേടുകളെല്ലാം നരകത്തിലേക്കുമാണ് എന്ന് പറയുന്ന ഹദീസ്, അല്ലെങ്കിൽ ആ ആശയമുള്ള ഹദീസ്, അതാണ് ഈ 4 ഹദീസുകളിൽ ഒന്നായി പണ്ഡിതന്മാർ എണ്ണി പറഞ്ഞത്. കാരണം ഈ അടിസ്ഥാനം സംരക്ഷിക്കാനാണത്. നബി തങ്ങൾ പഠിപ്പിക്കാത്ത ഒന്ന് ഇബാദത്തായി ചെയ്തുകൂടാ എന്ന, മതത്തിലെ കൂട്ടിച്ചേർക്കാൻ ഒരാൾക്കും അനുവാദമില്ല എന്ന, അധികാരമില്ല എന്ന ആ യാഥാർത്ഥ്യത്തെ ബോധ്യപ്പെടുത്താൻ കൂടിയാണ് ആവർത്തിച്ച് ഈ ഹദീസ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്ന എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നബി തങ്ങൾ പഠിപ്പിക്കാത്ത ഒരു ഇബാദത്ത് ദീനിലില്ല, ഉണ്ടായിക്കൂടാ. അങ്ങനെ മതത്തെ കൂട്ടിച്ചേർക്കാൻ ആർക്കും അധികാരമില്ല. നബി തങ്ങൾക്ക് പോലും വഹ്യ് പ്രകാരമല്ലാതെ ദീനിലേക്ക് ചേർക്കാൻ അധികാരം അല്ലാഹു തആല നൽകിയിട്ടില്ല. വലൗ തഖവ്വല അലൈനാ ബഅദൽ അഖാവീൽ ലഅഖദ്നാ മിൻഹു ബിൽ യമീൻ ثم لقطعنا منه الوتين فما منكم من أحد عنه حاجزين എന്ന് സൂറത്ത് ഹഖയിൽ 44 മുതലുള്ള ആയത്തുകളിൽ അല്ലാഹു തആല പരിചയപ്പെടുത്തി. നബി തങ്ങളെങ്ങാനും നമ്മുടെ പേരിൽ ചില വാക്കുകളെങ്കിലും സ്വന്തമുണ്ടാക്കി പറഞ്ഞാൽ, വഹ്യ് പ്രകാരമല്ലാതെ, പടച്ച റബ്ബിന്റെ കൽപ്പന പ്രകാരമല്ലാതെ സ്വന്തമായി കെട്ടിച്ചമച്ച് ചില വാക്കുകളെങ്കിലും പറഞ്ഞാൽ വലങ്കൈ കൊണ്ട് നാം പിടികൂടുകയും ജീവനാടിയെ മുറിച്ചു കളയുകയും ചെയ്യുമെന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല താക്കീദിന്റെ സ്വരത്തിൽ വിശുദ്ധ ഖുർആനിൽ ആയത്തിറക്കിയത്. ലഅഖദ്നാ മിൻഹു ബിൽ യമീൻ, വലങ്കൈ കൊണ്ട് നാം പിടികൂടും. ثم لقطعنا منه الوتين, ശേഷം നബി തങ്ങളുടെ ജീവനാടിയെ മുറിച്ചു കളയും നാം
ഫമാ മിൻകും മിൻ അഹദിൻ അൻഹു ഹാജിസിൻ. നിങ്ങൾ ആർക്കും തന്നെ ആ നബിയെ സംരക്ഷിക്കാൻ സഹായിക്കാൻ ഒരാൾക്കും സാധ്യമല്ല. ആര് വിചാരിച്ചാലും രക്ഷപ്പെടുത്താനാവാത്ത വിധമുള്ള നടപടികൾ സ്വീകരിക്കുമെന്നാണ് റബ്ബ് സുബ്ഹാനഹു വ തആല താക്കീതായി നൽകുന്നത്. പ്രവാചകർക്ക് പോലും സ്വന്തമായി മതത്തിൽ കൂട്ടിച്ചേർക്കാൻ അധികാരമില്ല, അവകാശമില്ല, വഹയ്യു പ്രകാരമല്ലാതെ. അതുകൊണ്ടാണ് വഹി ലഭിച്ചിട്ടില്ലാത്ത കാര്യങ്ങളിൽ സ്വഹാബിമാർ വന്ന് സംശയം ചോദിക്കുമ്പോൾ നബി തങ്ങൾ പറയുന്ന മറുപടി ലാ അദ്രി, എനിക്കറിയില്ല എന്നായിരുന്നു. പല ചോദ്യങ്ങൾക്കും നബി തങ്ങൾ കൊടുത്ത മറുപടി കാണാം, ലാ അദ്രി, എനിക്കറിയില്ല. കാരണം വഹി വന്നിട്ടില്ല. പിന്നീട് വഹി വരുമ്പോൾ നബി തങ്ങൾ ആ ചോദ്യകർത്താവിനെ വിളിച്ചു വരുത്തും. എന്നിട്ടില്ല, നിങ്ങൾ അന്ന് ചോദിച്ച ചോദിച്ചില്ല, മറുപടി വന്നിരിക്കുന്നു എന്ന് പറഞ്ഞ് മറുപടി പറഞ്ഞു കൊടുക്കും. വിശുദ്ധ ഖുർആനിൽ പല സ്ഥലത്തും കാണാം വയസ്അലൂനക വയസ്അലൂനക എന്ന പ്രയോഗം. നബിയെ, നിങ്ങളോട് അവർ ചോദിക്കുന്നു. ഖുൽ, പറഞ്ഞു കൊടുക്കുക. ചോദ്യം നബിയോടാണെങ്കിലും ഉത്തരം പടച്ച റബ്ബാണ് നൽകുന്നത്. വയസ്അലൂനക, നബിയെ നിങ്ങളോട് ചോദിക്കുന്നു. അനിൽ അഹില്ല, ഹിലാലുകളെ പറ്റി ചോദിക്കുന്നു. ചന്ദ്രന്റെ ഈ മാറ്റങ്ങൾ, അതിന് വലിപ്പ വ്യത്യാസങ്ങൾ എന്തുകൊണ്ടാണ് അങ്ങനെ ഉണ്ടാകുന്നത് എന്ന് സ്വഹാബിമാർ ചോദിച്ചു. അല്ലാഹ് ആയത്തിറക്കി വയസ്അലൂനക അനിൽ അഹില്ല, ഖുൽ, പറഞ്ഞു കൊടുക്കുക. ഉത്തരം ഇങ്ങനെയാണ്. വയസ്അലുക അനിസ് സാഅ, ഖിയാമത്തിനെ പറ്റി നബിയെ അവർ ചോദിക്കുന്നു. പറഞ്ഞു കൊടുക്കൂ നബിയെ, ഇങ്ങനെയാണ് പറയേണ്ടത്. വയസ്അലുക അനിൽ മഹീൽ, ആർത്തവമുള്ള സ്ത്രീകൾ, ആർത്തവ സമയം, അതുമായി ബന്ധപ്പെട്ട നബിയെ അവർ ചോദിക്കുന്നു. ഖുൽ, പറഞ്ഞു കൊടുക്കുക. അവിടെയെല്ലാം ചോദ്യം നബിയോടാണെങ്കിലും ഉത്തരം പടച്ച റബ്ബിൽ നിന്നാണ്. വയസ്തഫ്തൂനക ഖുലില്ലാഹു യുഫ്തീകും, സൂറത്തുൽ നിസാഇൽ അല്ലാഹു തആല പഠിപ്പിച്ചു. വയസ്തഫ്തൂനക, നബിയെ അവർ നിങ്ങളോട് ഫത്വ ചോദിക്കുന്നു. ഖുൽ, പറഞ്ഞു കൊടുക്കുക. അല്ലാഹു യുഫ്തീകും, അല്ലാഹു നിങ്ങൾക്ക് ഫത്വ നൽകുന്നു. ഫത്വ ചോദിച്ചത് നബിയോടാണ്, ഫത്വ നൽകിയത് പടച്ചോനാണ്. അല്ലാഹുവിന്റെ വഹയ്യ് പ്രകാരമല്ലാതെ ദീനിൽ ഒരു കാര്യം പറയാൻ, വിശിഷ്ട ഒരു ഇബാദത്ത് ഉണ്ടാക്കുവാൻ, ഒരു പുണ്യകർമ്മ മതത്തിലേക്ക് കൂട്ടിച്ചേർക്കുവാൻ നബിതങ്ങൾക്ക് പോലും അല്ലാഹു തആല അധികാരം നൽകിയിട്ടില്ല, വഹയ്യ് പ്രകാരമല്ലാതെ. അത് വ്യക്തമായി പ്രഖ്യാപിക്കാൻ നബിയോട് അല്ലാഹു തആല ആവശ്യപ്പെട്ടു. അത് ദീനിന്റെ അസ്ലാണ്, അടിസ്ഥാനമാണ്. അതാണ് അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ്, മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ റസൂലാണ് എന്നതിന് ഞാൻ സാക്ഷിയാണ് എന്ന് പറഞ്ഞാൽ ആ നബി ഞങ്ങൾ എന്താണോ പഠിപ്പിച്ചത്, എങ്ങനെയാണോ പഠിപ്പിച്ചത്, അത് അങ്ങനെ ചെയ്യുകയും അംഗീകരിക്കുകയും ചെയ്യുന്നവനാണ് ഞാൻ എന്നാണ് ആ ഷഹാദത്തിന്റെ അർത്ഥം. അതുകൊണ്ടാണ് ഈ രണ്ടാമത്തെ ഷഹാദത്ത് അതിന്റെ ആശയം പറയുമ്പോൾ, അർത്ഥം പറയുമ്പോൾ പണ്ഡിതന്മാർ വിശദീകരിച്ച് കാണാൻ പറ്റും. ആ ഷഹാദത്തിന്റെ പൂർത്തീകരണം എന്നത് നബി തങ്ങൾ എന്തു കൽപ്പിച്ചോ അത് ചെയ്യുക. ഇത്തിബാഉഹു ഫീമാ അമർ, ഇത്തിബാഉഹു ത്വാഅതുഹു ഫീമാ അമർ. നബി തങ്ങൾ എന്തു കൽപ്പിച്ചാലും അതെല്ലാം വഴിപ്പെടുക, അനുസരിക്കുക, പിൻപറ്റുക. അതാണ് ഒന്നാമത്തെ ഭാഗം. വജ്തിനാബു മാ നഹാ അൻഹു വസജർ, നബി തങ്ങളെ വിലക്കിയ, വിരോധിച്ച എന്തെല്ലാം ഉണ്ടോ അതിനെല്ലാം വിട്ടുനിൽക്കുക. വഅല്ലാ യുഅബദല്ലാഹ് ഇല്ലാ ബിമാ ശറഅ, നബി തങ്ങൾ മുഖേന, നബി തങ്ങൾ വഴി അല്ലാഹു തആല നിയമമാക്കി പഠിപ്പിച്ചു തന്നത് കൊണ്ടല്ലാതെ പടച്ച റബ്ബിനെ ഇബാദത്ത് ചെയ്യാതിരിക്കുക. നബി തങ്ങൾ പഠിപ്പിച്ചത് കൊണ്ട് മാത്രം ഇബാദത്ത് ചെയ്യുക, പഠിപ്പിക്കാത്ത ഒന്ന് ഇബാദത്തായി ചെയ്യാതിരിക്കുക. ഇത് അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹി എന്ന രണ്ടാമത്തെ ഷഹാദയുടെ പൂർത്തീകരണമാണ്. അതുകൊണ്ടാണ് എവിടൊക്കെ നബി തങ്ങൾ പഠിപ്പിച്ചതിൽ നിന്ന് ലേവലേശം കൂടുകയോ കുറയുകയോ ചെയ്യുമ്പോൾ നബിയും സഹാബത്തും ഒക്കെ ഗൗരവമായാണ് കണ്ടത് എന്ന് കാണാൻ കഴിയും. അബ്ദുല്ലാഹ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു, ഉമർ ഖത്താബിന്റെ മകൻ അബ്ദുല്ല, അദ്ദേഹത്തിന് മുമ്പിൽ വെച്ച് ഒരാൾ തുമ്മുകയാണ്. തുമ്മുമ്പോൾ ഈ തുമ്മിയ മനുഷ്യൻ പറഞ്ഞു അൽഹംദുലില്ലാഹ് വസ്സലാമു അലാ റസൂലില്ലാഹ്, അൽഹംദുലില്ലാഹ് വസ്സലാമു അലാ റസൂലില്ലാഹ് എന്ന് ഇബ്നു ഉമറിന്റെ മുമ്പിൽ തുമ്മിയയാൾ പറയുകയാണ്. ഇത് കേൾക്കേണ്ട താമസം ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു കൊടുക്കുന്നു, വലൈസ ഹകദാ അല്ലമനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി തങ്ങൾ നമ്മെ പഠിപ്പിച്ചത് ഇങ്ങനെയല്ല. തുമ്മിയാൽ അൽഹംദുലില്ലാഹ് എന്ന് പറയാം എന്നല്ലാതെ അൽഹംദുലില്ലാഹ് വസ്സലാമു അലാ റസൂലില്ലാഹ് എന്ന് പറയാൻ നബി തങ്ങൾ പഠിപ്പിച്ചിട്ടില്ല എന്ന്. കണ്ടോ, എന്താ ഒരു സലാം മാത്രമേ ഉള്ളൂ, വേറെന്താ അധികമുള്ളത്? ആ അർത്ഥത്തിൽ തെറ്റില്ല, ആശയത്തിൽ തെറ്റില്ല. നബിയോട് സലാം പറഞ്ഞു,
എന്ന് മാത്രമേ ഉള്ളൂ. നബിക്ക് സ്വലാത്തും സലാമും ചെല്ലാൻ അല്ലാഹു ഖുർആനിൽ പഠിപ്പിച്ചതല്ലേ? സ്വല്ലു അലൈഹി വസല്ലിമു തസ്ലീമ എന്ന ആയത്തിലൂടെ, ഹദീസുകളിലൂടെ ആ നബിക്ക് വേണ്ടി സ്വലാത്തും സലാമും ചെല്ലാൻ എത്രയാണ് പഠിപ്പിക്കപ്പെട്ടത്. പക്ഷേ തുമ്മിയാൽ ഒരു അൽഹംദുലില്ലാഹ് പറയുമ്പോൾ അവിടെ ഒരു വാചകം അധികമായി ചേർത്താൽ പോലും അത് പറ്റില്ല എന്നാണ് സ്വഹാബിമാർ തിരുത്തി കൊടുക്കുന്നത്. ഇബ്നു ഉമർ പറഞ്ഞു കൊടുക്കാണ്, ഇങ്ങനെയല്ല നബിതങ്ങൾ നമ്മളെ പഠിപ്പിച്ചത്. ഇമാം തിർമിദിയും ഇമാം ഹാക്കിമും എല്ലാം ഉദ്ധരിക്കുന്ന സ്വീകാരയോഗ്യമായ ഹദീസാണത്. സമാനമായ പല സംഭവങ്ങൾ കാണാം. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇത്തബിഉ വലാ തബ്തദിഉ ഫഖദ് കുഫീതും. ഇത്തബിഉ, നിങ്ങൾ ഇത്തിബാഅ് ചെയ്യുക, നബിയെ പിൻപറ്റുക. വലാ തബ്തദിഉ, നിങ്ങൾ പുതിയ കാര്യങ്ങൾ ഉണ്ടാക്കരുത്, ദീനിലേക്ക് കൂട്ടിച്ചേർക്കരുത്. ഫഖദ് കുഫീതും ഔ ലഖദ് കുഫീതും, നിങ്ങൾക്ക് മതിയാക്കപ്പെട്ടിരിക്കുന്നു. ആവശ്യമുള്ളതെല്ലാം പഠിപ്പിച്ചിട്ടുണ്ട്. നിങ്ങളെ വക ചേർക്കേണ്ട കാര്യമില്ല, നിങ്ങളെ വക മതത്തിലേക്ക് ഉണ്ടാക്കേണ്ട കാര്യമില്ല. പഠിപ്പിക്കേണ്ടതെല്ലാം അറിയിക്കേണ്ടതെല്ലാം അറിയിച്ചിട്ടുണ്ട്, പഠിപ്പിച്ചിട്ടുണ്ട് എന്ന് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പഠിപ്പിക്കുകയാണ്. സമാനമായ ഒട്ടനവധി സംഭവങ്ങൾ സ്വഹാബത്തിനിടയിൽ, താബിഈങ്ങൾക്കിടയിൽ എല്ലാം നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. നബിതങ്ങൾ പഠിപ്പിക്കാത്ത ഒന്നുമില്ല. ദീനാണോ മതമാണോ അതെല്ലാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് കാണാൻ കഴിയും. സഈദ് ഇബ്നു മുസയ്യിബ് റഹിമഹുല്ലാഹ് പ്രഗത്ഭനായ താബിഈയാണ്. ഒരുപാട് സ്വഹാബിമാരെ കണ്ട് ആ സ്വഹാബത്തിൽ നിന്ന് മതം പഠിച്ച് ഹദീസ് റിപ്പോർട്ട് ചെയ്ത പ്രഗത്ഭനായ പണ്ഡിതനാണ് സഈദ് ഇബ്നു മുസയ്യിബ്. താബിഈ പ്രമുഖനാണ്. അദ്ദേഹം ഒരാൾ സുബഹിക്ക് ശേഷം നിസ്കരിക്കുന്നത് കാണുകയാണ്. 4 റക്അത്ത് അല്ലെങ്കിൽ 17 റക്അത്തുകൾ ഇയാളെ നിസ്കരിക്കുകയാണ് സുബഹിക്ക് ശേഷം. അപ്പോ ഈ മനുഷ്യൻ നിസ്കരിക്കുന്നത് കണ്ടപ്പോൾ ഇദ്ദേഹം പറഞ്ഞു, അത്ര നിസ്കാരം പാടില്ല, അങ്ങനെ നിസ്കാരമില്ല. അപ്പൊ ഈ മനുഷ്യൻ സഈദ് ഇബ്നു മുസയ്യിബ് ചോദിക്കുകയാണ്, യാ അബാ മുഹമ്മദ് അയ്യുഅദ്ദിബുല്ലാഹു അലാ സ്വലാ, അല്ലയോ അബൂ മുഹമ്മദ്, നിസ്കരിച്ചതിന്റെ പേരിൽ കുറ്റം കിട്ടുമോ എന്ന്. ഞാൻ ചെയ്ത പണി എന്താ? നിസ്കാരമാണ്, വേണ്ടത്രയൊന്നുമല്ല. അപ്പൊ നിസ്കരിച്ചതിനെ പേരിൽ അല്ലാഹു എന്നെ ശിക്ഷിക്കുമോ? സഈദ് ഇബ്നു മുസയ്യിബിന്റെ മറുപടി, ലാ, നിസ്കരിച്ചതിന്റെ പേരിലല്ല കുറ്റം, വലാകിൻ യുഅദ്ദിബുക അലാ ഖിലാഫി സുന്ന, സുന്നത്തിനെതിരായി പ്രവർത്തിച്ചു, അതിന് കുറ്റം കിട്ടുന്നതാണ്. നിസ്കരിച്ചതിന് കുറ്റം കിട്ടോ? നിസ്കരിച്ചതിനല്ല കുറ്റം, നേരെ മറിച്ച് സുന്നത്തിനെതിരായുള്ള ഒരു കാര്യം, സുന്നത്തിനില്ലാത്തൊരു നിസ്കാരം, സുന്നത്തിന് പഠിപ്പിക്കപ്പെടാത്ത രീതി, അത്തരം രീതിക്കാണ് എനിക്ക് ശിക്ഷയുണ്ടാവുക എന്ന് ആ ചോദ്യത്തിന് അതേ നാണയത്തിൽ സഈദ് ഇബ്നു മുസയ്യിബ് റഹിമഹുല്ലാഹ് മറുപടി നൽകിയതായും കാണാൻ സാധിക്കുന്നു. അതുകൊണ്ട് മതത്തിന്റെ ഭാഗമായി എന്ത് ചെയ്യുമ്പോഴും അതിലെല്ലാം പ്രമാണമുള്ളതാണ്, അടിസ്ഥാനമുള്ളതാണ് എന്ന് അന്വേഷിച്ച് ഉറപ്പുവരുത്തേണ്ട ബാധ്യത നമുക്കുണ്ട്. പലതും ഉണ്ടാക്കി മതത്തിന്റെ പേരിൽ വ്യാജമായി കെട്ടിച്ചമച്ച് പ്രചരിപ്പിക്കുന്ന ചുറ്റുപാടിലാണ്, സാഹചര്യത്തിലാണ് നാം ജീവിക്കുന്നത്. ഓരോരുത്തരും ഉണ്ടാക്കുകയാണ് പുതിയ പുതിയ നിസ്കാരങ്ങള്, പുതിയ നോമ്പുകള്, പുതിയ ദിക്റുകള്, പുതിയ ദുആകള്, പുതിയ സ്വലാത്തുകള് ഓരോരുത്തരും ഉണ്ടാക്കുകയാണ്. എന്ന് അതിന്റെ മേന്മയും മഹത്വവും പ്രതിഫലവും എല്ലാം അവർ തന്നെ തീരുമാനിക്കുകയാണ്. ഇത് രാവിലെ ചൊല്ലേണ്ടതാണ്, ഇത് വൈകുന്നേരം ചൊല്ലേണ്ടതാണ്, ഇത് തിങ്കളാഴ്ച ചൊല്ലേണ്ടതാണ്, മറ്റേ വെള്ളിയാഴ്ച രാവിലാണ്, ഇത് എല്ലാ അറബി മാസവും ഇന്ന ഡേറ്റിലാണ്, ഇത് ചൊല്ലിയാൽ ഇന്ന നേട്ടങ്ങളുണ്ട്, ഇന്ന ഗുണങ്ങളുണ്ട്, ഇത്ര പ്രാവശ്യമാണ് ചൊല്ലേണ്ടത് തുടങ്ങി അതിന് എണ്ണവും വണ്ണവും രീതിയും ചൊല്ലിയാലുള്ള ഗുണങ്ങളും ലഭിക്കാനുള്ള നേട്ടങ്ങളുമെല്ലാം ഈ ഉണ്ടാക്കിയവൻ തന്നെ അതിന് കൂടെ വ്യാജമായി കെട്ടിച്ചമക്കുന്നു. അങ്ങനെ നിശ്ചയിക്കാൻ ഒരാൾക്കും അവകാശമില്ല. ഒരു സമയത്തിന് പ്രാമുഖ്യം കൽപ്പിക്കാൻ, ഒരു സമയത്തിന് സവിശേഷ കൽപ്പിക്കാൻ പടച്ച റബ്ബിന് അധികാരമുള്ളൂ. ഒരു പ്രത്യേക എണ്ണം നിശ്ചയിക്കാൻ, പ്രത്യേക രീതി നിശ്ചയിക്കാൻ, പ്രത്യേക സമയം നിശ്ചയിക്കാൻ, അതിന് പ്രത്യേകമായ പ്രതിഫലം ഓഫർ ചെയ്യാനെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് മാത്രമേ അധികാരമുള്ളൂ. അവന്റെ വഹ്യു പ്രകാരം നബിതങ്ങൾക്കുമാണ് അധികാരമുള്ളത്. അല്ലാതെ ആർക്കും പറയാൻ പറ്റും ഇന്ന ദിക്ർ ചൊല്ലിയാൽ ഇത്ര കൂലി കിട്ടുമെന്ന്? ലാ ഇലാഹ ഇല്ലല്ലാഹ് വലിയ മഹത്വമുള്ള ദിക്റാണ്. ആർക്കെങ്കിലും പറയാൻ കഴിയുമോ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നും രാവിലെ 100 വട്ടം ചൊല്ലിയാൽ ഇത്ര കൂലി കിട്ടുമെന്ന് പറയാൻ ആർക്കാ അധികാരമുള്ളത്? അത് പടച്ച റബ്ബാണ് തീരുമാനിക്കേണ്ടത്. അവന്റെ വഹ്യു പ്രകാരം അവന്റെ പ്രവാചകരാണ് നമ്മെ അറിയിക്കേണ്ടത്. അതാണ് അല്ലാ യുഅ്ബദല്ലാഹ് ഇല്ലാ ബിമാ ശറഅ, അല്ലാഹു തആല ശരീഅത്തായി നിശ്ചയിച്ചത്, നിയമമാക്കി വെച്ചത് പ്രകാരമല്ലാത്ത ഒരു ഇബാദത്തില്ല. അതാണ് ഇതിന്റെ രണ്ടാമത്തെ അസ്ല്. ഈ അസ്ല് തകരാതിരിക്കാനും
ഈ അടിത്തറ തകരാതിരിക്കാനുള്ള ജാഗ്രത, സൂക്ഷ്മതയാണ് ഈ ഹദീസിലെല്ലാം നമുക്ക് കാണാൻ സാധിക്കുന്നത്. എവിടെയൊക്കെ ഒരൽപ്പം തെറ്റുമോ അവിടെയെല്ലാം ഗൗരവമായി പഠിപ്പിച്ചു. അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു പറഞ്ഞു, നബിതങ്ങൾ ശപിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് 4 വിഭാഗം ആളുകൾ. അതിൽ പറഞ്ഞ ഒന്ന്, മൻ ആവാ മുഹ്ദിസൻ ഔ മുഹ്ദസൻ, ഒരു പുത്തനാചാരത്തിന് അഭയം നൽകുന്നവൻ, മതത്തിൽ പുതുതായി കൂട്ടിച്ചേർക്കപ്പെടുന്ന കാര്യത്തിന് അഭയം നൽകുന്നവൻ, സംരക്ഷണമേകുന്നവൻ, അതിനു വേണ്ട ഒത്താശകൾ ചെയ്തു കൊടുക്കുന്നവൻ, അവനെ അല്ലാഹു തആല ശപിച്ചിരിക്കുന്നുവെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞുവെന്ന് അലി ഇബ്നു അബീ ത്വാലിബ് പഠിപ്പിക്കുകയാണ്. 4 വിഭാഗം ആളുകളെ അല്ലാഹു ശപിച്ചിട്ടുണ്ട് എന്നാണ്. അതിൽപ്പെട്ട ഒന്നാണ് ലഅനല്ലാഹു മൻ ആവാ മുഹ്ദസ, മതത്തിൽ പുതുതായി കൂട്ടിച്ചേർക്കപ്പെട്ട കാര്യം, ആ കാര്യത്തിന് അഭയം നൽകുന്നവൻ, അത് സംരക്ഷണമേകുന്നവൻ, അത് നിലനിർത്താനും സജീവമാക്കാനും വേണ്ടി അതിന് പണം നൽകി, അതിന് ഇടം നൽകി, അതിന് വേണ്ട ഒത്താശകൾ ചെയ്ത് അതിങ്ങനെ നാട്ടിൽ നിന്ന് കുറ്റിയെത്തി പോകാതിരിക്കാൻ വേണ്ട എല്ലാ സൗകര്യങ്ങളും ചെയ്തു വെക്കുന്ന മനുഷ്യനെ അല്ലാഹു തആല ശപിച്ചിരിക്കുന്നുവെന്നാണ്. മറ്റൊന്ന് പറഞ്ഞു ലഅനല്ലാഹു മൻ ലഅന വാലിദൈഹി, മാതാപിതാക്കളെ ശപിക്കുന്നവനെ അല്ലാഹു ശപിച്ചിരിക്കുന്നു. സ്വന്തം ഉമ്മയെ, സ്വന്തം വാപ്പയെ ശപിക്കുന്നുവെങ്കിൽ അവന് പടച്ച റബ്ബിന്റെ ശാപമുണ്ട്. മറ്റൊന്ന് ലഅനല്ലാഹു മൻ ദബഹ ലിഗൈരില്ലാ, അല്ലാഹു അല്ലാത്തവർക്ക് വേണ്ടി മൃഗങ്ങളെ അറുക്കുന്നവനെ അല്ലാഹു ശപിച്ചിരിക്കുന്നുവെന്നാണ്. ബലിമൃഗങ്ങൾ, നേർച്ചമൃഗങ്ങൾ റബ്ബല്ലാത്തവർക്ക് വേണ്ടി അറുക്കുക, അത് മഹാന്മാർക്ക് വേണ്ടി ആയാലും ശരി, അമ്പിയാവിന് വേണ്ടി ആയാലും ശരി, അല്ലാത്തവർക്ക് വേണ്ടി ആയാലും ശരി, പതിനീങ്ങൾക്ക് വേണ്ടിയുള്ള അറവ് മുതൽ വ്യത്യസ്തമായ അറവുകൾ നമ്മുടെ നാട്ടിലുണ്ട്. ഇതെല്ലാം ഇതിനുള്ളിൽപ്പെടും. ലഅനല്ലാഹു മൻ ദബഹ ലിഗൈരില്ലാ, അല്ലാഹു അല്ലാത്തവർക്ക് വേണ്ടി അറുക്കുന്നവൻ അല്ലാഹു ശപിച്ചിരിക്കുന്നു. 4-ാമത് പറഞ്ഞു ലഅനല്ലാഹു മൻ ഗയ്യറ മനാറൽ അർളി, ഭൂമിയിലെ അതിർത്തികളെ, അതിരുകളെ മാറ്റിമറിക്കുന്നവൻ, മാറ്റം വരുത്തുന്നവനെ അല്ലാഹു ശപിച്ചിരിക്കുന്നു. അയൽവാസികൾ അതിര് അങ്ങോട്ട് തിരക്കി അവർ ഇങ്ങോട്ട് മാറ്റി അതിർത്തി ഭേദിച്ച് കടന്നുകൊണ്ട് ആരാന്റെ ഹക്ക് കൂടി തന്റേതാക്കി മാറ്റാൻ വേണ്ടി അതിർവരമ്പുകൾ മാറ്റിമറിക്കുന്നവൻ അവനെ പടച്ച റബ്ബ് ശപിച്ചിരിക്കുന്നു. 4 കാര്യത്തിലാണ്, 4 വിഭാഗത്തെ അല്ലാഹു ശപിച്ചു എന്ന് പറഞ്ഞത്. അതിൽ ഒന്ന് മൻ ആവാ മുഹ്ദസ, ഒരു പുത്തനാചാരത്തിന് അഭയം നൽകുന്നവൻ, അതിനു വേണ്ട വളവും വെള്ളവും നൽകി, അതിനു വേണ്ട ഒത്താശകൾ നൽകി, അത് പരമാവധി സജീവമാക്കാൻ നിലനിർത്താൻ വേണ്ടി ആരൊക്കെ കൂടിക്കൊടുക്കുന്നുവോ അവർക്കെല്ലാം ഈ ശാപത്തിന് അർഹതയുണ്ട് എന്നാണ് ആ ഹദീസിൽ നിന്ന് മനസ്സിലാക്കുന്നത്. ദീനിന്റെ അസ്ലാണ് അവിടെ പൊളിയുക. ഒരാൾ മദ്യപാനത്തിലേക്ക് പോയാൽ ദീനിന്റെ അടിസ്ഥാനം പൊളിയുന്നില്ല, ദീനിന്റെ ഒരു കൽപ്പനയെ ധിക്കരിക്കൽ മാത്രമാണ്. ഒരു വ്യഭിചാരമോ പലിശയോ പിന്നാലെ പോയാലും ദീൻ നിഷിദ്ധമാക്കിയ കാര്യത്തെ പ്രാവർത്തികമാക്കൽ മാത്രമാണ്. ഇവിടതല്ല, മതത്തിന്റെ അടിസ്ഥാനത്തിന് തകർക്കുന്ന, മതത്തിന്റെ അതിർവരമ്പുകളെ ഇല്ലാതാക്കുന്ന, ദീനിന്റെ ഇസ്ലാം പഠിപ്പിച്ച ബേസുകളെ, അസുലുകളെ തകർക്കുന്ന പണിയാണ് ഈ പണി അവൻ ചെയ്യുന്നത്. അത് ഗൗരവമായി കാണേണ്ടതാണ്. അതുകൊണ്ടാണ് എല്ലാ ഖുത്ബയിലും നബി തങ്ങൾ ഓർമ്മപ്പെടുത്തിയത്. 1000 തവണയെങ്കിലും നബി തങ്ങൾ നാവ് കൊണ്ട് ഹദീസ് പറഞ്ഞു എന്ന് പറഞ്ഞാൽ അതിന് ഗൗരവമാണല്ലോ, പ്രാധാന്യമാണല്ലോ അറിയിക്കുന്നത്. അതുകൊണ്ട് വലിയ ശ്രദ്ധ ആ രംഗത്തുണ്ടാവണം. കഴിഞ്ഞ ആഴ്ച സൂചിപ്പിച്ച വിശ്വാസരംഗത്തെ അടിത്തറയും ഇന്ന് പറഞ്ഞ ഇത്തിബാഇന്റെ രംഗത്തെ അടിത്തറയും, ഈ 2 അടിത്തറ തകർന്നാൽ അവിടെ ദീനാണ് പൊളിയുന്നത്. അതുകൊണ്ട് ഗൗരവമായി കാണുകയും ഈ 2ലും വലിയ ജാഗ്രത, സൂക്ഷ്മത പാലിക്കുകയും ചെയ്യുക. റബ്ബ് സുബ്ഹാനഹു വ തആല തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. അൽഹംദുലില്ലാഹ് നഹ്മദുഹു വനസ്തഈനുഹു വനുഅ്മിനു ബിഹി വനതവക്കലു അലൈഹി. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. സഹോദരങ്ങളെ, സഹോദരിമാരെ, റഹ്മാനായ റബ്ബിന്റെ കൽപ്പന നിർദ്ദേശങ്ങളെ കഴിവിന്റെ പരമാവധി ജീവിതത്തിൽ പാലിച്ചുകൊണ്ട് മുത്തഖീങ്ങളായി ജീവിക്കണം എന്ന് പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. നാം അടിസ്ഥാനമായി ഉൾക്കൊള്ളേണ്ട യാഥാർത്ഥ്യം, അല്ലാഹു തആല ഈ ദീന് പൂർത്തിയാക്കിയിട്ടുണ്ട്. ആ പൂർത്തിയാക്കിയ ദീനിനെ പൂർണ്ണമായി തന്നെ നബി തങ്ങൾ നമുക്ക്
എത്തിച്ചു തന്നിട്ടുമുണ്ട് എന്നത് നാം മനസ്സുകൊണ്ട് ബോധ്യപ്പെടേണ്ടതുണ്ട്. ഒരു പൂർത്തിയാക്കാത്ത മതമല്ല അള്ളാഹു അവിടെ ഏൽപ്പിച്ചത്. അല്ലെങ്കിൽ അള്ളാഹു കൊടുത്ത വഹയെ പൂർണ്ണമായും പഠിപ്പിക്കാതെ നബി തങ്ങൾ പോയിട്ടില്ല. അൽയൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറദീതു ലക്കും ഇസ്ലാമ ദീന എന്ന ആയത്ത് നബി തങ്ങൾക്ക് അള്ളാഹ് ഹജ്ജത്തുൽ വിദായിൽ വെച്ചിറക്കിയതാണ്. നബി തങ്ങളുടെ 23 കൊല്ലത്തെ പ്രബോധന ജീവിതം അവസാനിക്കുന്നതിന് 3 മാസം മുമ്പ് ദുൽഹിജ്ജ 9 അറഫ മൈതാനിയിൽ 1,00,000 സ്വഹാബത്തിനെയും കൂട്ടി നബി തങ്ങൾ ഹജ്ജ് ചെയ്യുന്ന ആ സന്ദർഭത്തിലാണ് ഈ ആയത്തിറങ്ങിയത്. എല്ലാവരും അത് സാക്ഷികളാണ് ആയത്ത് അവതരിച്ചതിന്. മതം പൂർത്തിയാക്കി എന്നുള്ളത് സ്വകാര്യമായി വെച്ച കാര്യമല്ല എന്നർത്ഥം. എല്ലാവരുടെയും മുമ്പിൽ വെച്ച് പരസ്യമായി ഇറങ്ങിയ വചനമാണ് ഈ വചനം. അതുകൊണ്ടാണ് ഉമർ ഖത്താബിനോട് ജൂതൻ എന്ന് പറയുന്നുണ്ട്, നിങ്ങളുടെ കിതാബിലുള്ള ഒരു വചനം അതെങ്ങാനും ഞങ്ങളുടെ കിതാബിലുണ്ടായിരുന്നുവെങ്കിൽ അത് അവതരിച്ച ദിവസത്തെ ഞങ്ങൾ ഒരു പെരുന്നാളാക്കുമായിരുന്നതാണ്. ആ ആയത്തിറങ്ങിയ അന്ന് ഞങ്ങൾ ആഘോഷമാക്കുമായിരുന്നു. അത്ര വലിയൊരു ആശയമുള്ള വചനം നിങ്ങളുടെ കിതാബിലുണ്ട്. ഉമർ ഖത്താബ് വെച്ച് ഏതാണ് ആ വചനം? ആ ജൂതൻ പറഞ്ഞു, ഈ ഒരു ആയത്ത് അൽയൗമ അക്മൽതു ലക്കും ദീനക്കും, ദീന് പൂർത്തിയാക്കി എന്ന വചനം. ഉമർ ഖത്താബ് പറഞ്ഞു, ആയത്തിറങ്ങിയത് എന്താണ് എന്ന് ഞങ്ങൾക്കറിയാം, എപ്പോഴാണ് ഞങ്ങൾക്കറിയാം എന്ന് അദ്ദേഹം വിശദീകരിച്ചു. ദുൽഹിജ്ജ മാസം 9 അറഫ മൈതാനിയിൽ ഞങ്ങളും നബിയും ഒന്നിച്ചു നിൽക്കുന്ന ആ ഘട്ടത്തിലാണ് ഈ ആയത്തിറങ്ങിയത്. ആ ദിവസം ഞങ്ങൾക്ക് അല്ലെങ്കിൽ സവിശേഷതയുള്ള ദിവസമാണ്. ദുൽഹിജ്ജ 9 അറഫ ദിനമാണല്ലോ. അവിടെയാണ് ഈ ആയത്തിറങ്ങിയത്. അത് കഴിഞ്ഞ് 3 മാസമാണ് നബി തങ്ങൾ ജീവിച്ചത്. ദുൽഹിജ്ജ 9 ആയത്തിറങ്ങി, മുഹറം സഫർ റബീഉൽ അവ്വൽ 12 നബി തങ്ങൾ വഫാത്തായി. അപ്പൊ നബി തങ്ങളുടെ ജീവിതത്തിലെ ഏതാണ്ട് അവസാന സമയങ്ങളിൽ ഇറങ്ങിയ ആയത്താണ്. ദീന് പൂർത്തിയാക്കിയത്, എല്ലാം പഠിപ്പിച്ചു. ഇനി പഠിപ്പിക്കാൻ ബാക്കിയൊന്നുമില്ല, പഠിപ്പിക്കാത്ത ഒന്നുമില്ല. ഈ ആയത്തിറങ്ങി, സ്വഹാബത്ത് സന്തോഷിച്ചു. നബി തങ്ങൾ ചോദിച്ചു, ഇതാ മതം പൂർത്തിയായിരിക്കുന്നു, എനിക്ക് കിട്ടിയ എല്ലാ വഹയുകളും ഞാൻ നിങ്ങൾ അറിയിച്ചിരിക്കുന്നു. അലാ ഹൽ ബല്ലഗതു, ഞാൻ നിങ്ങൾക്ക് എത്തിച്ചിട്ടില്ലേ എന്ന് ചോദിക്കുകയും, ബലാ യാ റസൂലല്ലാഹ്, അതേ നബിയെ താങ്കൾ എത്തിച്ചിരിക്കുന്നു, ഞങ്ങൾ സാക്ഷികളാണ് എന്ന് സ്വഹാബത്ത് പ്രഖ്യാപിക്കുകയും ചെയ്തപ്പോ നബി തങ്ങൾ റബ്ബിലേക്ക് കൈയുയർത്തിക്കൊണ്ട് പറഞ്ഞു, അല്ലാഹുമ്മ അശ്ഹദ്, അല്ലാഹുമ്മ അശ്ഹദ്, അല്ലാഹുമ്മ അശ്ഹദ്. അല്ലാഹുവേ നീ സാക്ഷി, നീ സാക്ഷി, നീ സാക്ഷി. നീ എന്നെ ഏൽപ്പിച്ച ദൗത്യമിത ഞാൻ നിർവഹിച്ചിരിക്കുന്നു. നീ തന്ന എല്ലാ വഹയുമിത കൈമാറിയിരിക്കുന്നു. അവർ അംഗീകരിച്ചു, അവർ സാക്ഷ്യം വഹിച്ചു. റബ്ബേ നീ അതിന് സാക്ഷിയാണ് എന്ന് പ്രഖ്യാപിച്ച് 3-ാം മാസം നബി തങ്ങൾ വഫാത്താവുകയാണ്. അതാണ് ദീനിന്റെ പ്രത്യേകത. ഇനി അതിലേക്ക് ഒരുത്തം വന്നിട്ട് എന്റെ വക കുറച്ച് കൂട്ടാന്ന് പറഞ്ഞാൽ എന്തർത്ഥമാണുള്ളത്? നബി തങ്ങൾ പഠിപ്പിച്ചിട്ടില്ല, എന്നാലും നല്ലതല്ലേ, എന്നാലും ഇപ്പൊ എന്താ സ്വലാത്തല്ലേ, ദിക്റല്ലേ, ദുആയല്ലേ, നിസ്കാരല്ലേ, നോമ്പല്ലേ, ഖുർആനോത്തല്ലേ, നല്ല കാര്യമല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് ഓരോരുത്തന്റെ വക കൂട്ടിച്ചേർക്കാൻ ഒരു അവകാശം മതത്തിലില്ല. അതാണ് ഇത് പൂർണ്ണമാക്കി തന്നു. ഇസ്ലാമിനെ ദീനായി തൃപ്തിപ്പെട്ടിതാ തന്നിരിക്കുന്നു. ഇനി അതിലേക്ക് ഒരുത്തൻ കൂട്ടിച്ചേർക്കും. അതർത്ഥം എന്താ? ഒന്നുകിൽ നബിതങ്ങൾ പഠിപ്പിച്ചില്ലെങ്കിലും ഇത് നല്ല കാര്യമാണ്, അല്ലെങ്കിൽ നല്ല കാര്യമായിട്ടും നബിതങ്ങൾ പഠിപ്പിക്കാതെ പോയി. രണ്ടും അപകടമാണല്ലോ. ആ രണ്ടും അപകടമാണ്. ഇത് നല്ല കാര്യമാണ്, പക്ഷെ നബിതങ്ങൾ പഠിപ്പിച്ചില്ല എന്ന് പറഞ്ഞാൽ ഇതും കൂടെ ചേരുമ്പോഴാണ് ദീന് പൂർത്തിയാവുക എന്ന് വരും. അന്നില്ലാത്ത പലതും ഇന്ന് സമൂഹത്തിലുണ്ട്. കുത്തുബിയ്യത്തായും മാലപ്പാട്ടായും മൗലിദായും ദിക്റായും ദുആയും സ്വലാത്തായും നിസ്കാരമായുമെല്ലാം നമ്മുടെ നാട്ടിൽ പുതിയതായി കടന്നു വന്ന ധാരാളം കാര്യങ്ങളുണ്ട്. ഇതെല്ലാം ദീനാണെങ്കിൽ ഇതും കൂടെ ചേർത്തി വെക്കുമ്പോഴാണ് മതം പൂർത്തിയാവുക എന്നാണ് അർത്ഥം. അപ്പൊ പിന്നെ അന്ന് പറഞ്ഞ അൽയൗമ അക്മൽതു ലക്കും എന്ന് പറഞ്ഞതിന് എന്താ അർത്ഥമുള്ളത്? അല്ലെങ്കിലോ ഇത് മതമല്ല എന്ന് മനസ്സിലാക്കണം. അതാ ഇമാം മാലിക് റഹ്മത്തുള്ളാഹി പറഞ്ഞത്, അന്ന് മതമല്ലാത്തത് ഇന്നും മതമാവുകയില്ല. ഫമാലം യകുൻ യൗമഇദിൻ ദീന ഫലാ യകുനു യൗമ ദീന. അന്ന് മതമല്ലാത്തത് ഇന്നും മതമാവുകയില്ല. ദീന് പൂർത്തിയാക്കി എന്ന് പ്രഖ്യാപിക്കുമ്പോൾ എന്താണോ ദീന്, എന്താണോ മതത്തിലുള്ളത്, അതാണ് ഖിയാമത്ത് വരെയും ദീന്. ഇനി അതില്ലാത്ത ഒന്ന് ഉണ്ടാക്കാൻ ഒരാൾക്ക് അവകാശമില്ല. അതുകൊണ്ടാണ് തുമ്മിയപ്പോഴും അൽഹംദുലില്ലാ എന്ന് പറഞ്ഞിട്ട് വസ്സലാമു അലാ റസൂലില്ലാ എന്ന് പറയുമ്പോൾ സ്വഹാബത്ത് ഇടപെട്ടത്. ഇതല്ല നബി പഠിപ്പിച്ചത്. കണ്ടോ, ഇങ്ങനെയല്ല നബി തങ്ങളെ പഠിപ്പിച്ചത്. അതുപോലും കൂട്ടിച്ചേർക്കാൻ സ്വഹാബത്ത് സമ്മതിച്ചിട്ടില്ല എന്നർത്ഥം.
പള്ളി ഒരുമിച്ചുകൂടി ദിക്ർ ചൊല്ലിയ മനുഷ്യന്മാരെ ഇബ്നു മസ്ഊദ് ആട്ടിയോടിച്ച സംഭവം സ്ഥിരപ്പെട്ടു വന്ന കാര്യമാണ്. കൂഫ പള്ളിയിൽ ബാങ്ക് വിളിച്ചിട്ടില്ല, നിസ്കരിക്കാൻ സമയമായിട്ടില്ല, കുറച്ചാളുകൾ പള്ളിയിലുണ്ട്. എന്നാ ഏതായാലും വെറുതെ വർത്താനം പറഞ്ഞിരിക്കണ്ടല്ലോ, നമുക്ക് നല്ല കാര്യത്തിൽ ഇടപെടാം. ഒരുമിച്ച് കൂടി 10 ആള് ടീമായിരുന്നിട്ട് ഒരുത്തം പറയാ സബ്ബിഹു മിഅ സുബ്ഹാനല്ലാഹ് 100. അപ്പൊ എല്ലാവരും കൂടെ സുബ്ഹാനല്ലാഹ് 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 100 വട്ടം ചൊല്ലും. അത് കഴിയുമ്പോ കബ്ബിറു മിഅ അല്ലാഹു അക്ബർ 100. അപ്പൊ എല്ലാവരും കൂടെ അല്ലാഹു അക്ബർ എന്ന് 100 വട്ടം ചൊല്ലും. അവരിങ്ങനെ ചരക്കലൊക്കെ പെറുക്കി ആ 100 കല്ലിങ്ങനെ മുമ്പിൽ വെച്ചിട്ടുണ്ട്. ഓരോ ചെല്ലുമ്പോ ഓരോ കല്ലിങ്ങനെ മാറ്റേക്കും. അങ്ങനെ ഈ കല്ലൊക്കെ പറ ഇങ്ങോട്ട് എത്തുമ്പോ 100 പൂർത്തിയായി. അടുത്ത ഇങ്ങോട്ട് വെക്കുമ്പോ വീണ്ടും 100 പൂർത്തിയായി. ഈ രംഗം കണ്ടുകൊണ്ടാണ് അബൂ മൂസ അശ്അരി എന്ന സ്വഹാബി പള്ളിയിലേക്ക് വരുന്നത്. അദ്ദേഹം പള്ളി വന്നപ്പോ ഇതാ കാണുന്നത്. അദ്ദേഹം വെച്ച് എന്താ റബ്ബേ കാണുന്നത്? ഇതുവരെ ഇല്ലാത്തൊരു പുതിയ ഇബാദത്ത്. അബൂ മൂസ അശ്അരി മനസ്സിലാക്കി, ഇബ്നു മസ്ഊദ് തൊട്ടപ്പുറത്തെ താമസം. ഇബ്നു മസ്ഊദ് ഇപ്പൊ പള്ളിയിലേക്ക് വരും ബാങ്ക് വിളിച്ചാൽ. അതുകൊണ്ട് ഞാൻ പറയുന്നതിനേക്കാളും നല്ലത് ഇബ്നു മസ്ഊദ് പറയാണ്, അതിന് കുറച്ചുകൂടി ഒരു ആധികാരികത ഉണ്ടാവും. അബൂ മൂസ അശ്അരി നേരെ പള്ളിയിൽ ഇറങ്ങി ഇബ്നു മസ്ഊദിനെ വീട്ടിൽ ചെന്നു. അപ്പോഴേക്ക് ബാങ്ക് വിളിച്ചു. ഇബ്നു മസ്ഊദ് വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി പള്ളിക്ക് വരാൻ വേണ്ടി. അബൂ മൂസ അശ്അരി പറഞ്ഞു, ഞാൻ പള്ളിയിൽ വല്ലാത്തൊരു കാഴ്ച കണ്ടു. എന്താ കണ്ടത്? കണ്ടതൊക്കെ പറഞ്ഞു കൊടുത്തു. ഇബ്നു മസ്ഊദ് ചോദിച്ചു, എന്താണ് നീ അവരോട് പറഞ്ഞത്? ഞാനൊന്നും പറഞ്ഞിട്ടില്ല, നിങ്ങൾ പറയട്ടെ എന്ന് കരുതി ഞാൻ ഇങ്ങോട്ട് വന്നതാണ്. ഇബ്നു മസ്ഊദ് പറഞ്ഞു, നീ അവരോട് പറയുക, ഉദ്ദു സയ്യിആതികും, നിങ്ങളുടെ തിന്മകൾ എണ്ണി കണക്കാക്കിക്കൊള്ളുക എന്ന് പറഞ്ഞേക്കുക എന്ന് പറയുകയും ഇബ്നു മസ്ഊദ് ദേഷ്യപ്പെട്ടുകൊണ്ട് പള്ളിയിലേക്ക് വരികയും അവിടെ വന്നപ്പോഴും ആ സംഘം അവിടെയുണ്ട്. ഇബ്നു മസ്ഊദ് പറഞ്ഞു, യാ ഉമ്മത്ത മുഹമ്മദ് വൈലക്കും, മുഹമ്മദ് ഇവിടെ ഉമ്മത്തെ നിങ്ങൾക്ക് നാശം, മാ അസ്റഅ ഹലകതികും, എത്ര പെട്ടെന്നാണ് നിങ്ങൾക്ക് നശിച്ചു പോകുന്നത്. ഹാദിയ സ്വഹാബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുതവഫിറൂന, നബി തങ്ങളുടെ സ്വഹാബിമാരിതാ ഇവിടെ ജീവിച്ചിരിപ്പുണ്ട്. ആ സ്വഹാബത്തൊന്നും മരിച്ചു കഴിഞ്ഞിട്ടില്ല. സ്വഹാബിമാർ ഞങ്ങൾക്ക് ഇവിടെ ഉണ്ട്. നബി തങ്ങളുടെ പാത്രങ്ങൾ പോലും പൊട്ടിപ്പോയിട്ടില്ല. നബി തങ്ങൾ ഉപയോഗിച്ച ചെരുപ്പ് പോലും അത് നശിച്ചു പോയിട്ടില്ല. അപ്പോഴേക്കും നിങ്ങൾ മതത്തിൽ പുതിയ കാര്യം ഉണ്ടാക്കുകയാണോ? സ്വഹാബത്ത് മരിച്ചിട്ടില്ല, നബിയുടെ പാത്രങ്ങൾ ഉടഞ്ഞു പോയിട്ടില്ല, നബി തങ്ങൾ ഉപയോഗിച്ച ചെരുപ്പ് പോലും പൊട്ടിപ്പോയിട്ടില്ല. അതിനു മുമ്പ് നിങ്ങൾ മതത്തിലേക്ക് പുതിയ കാര്യം ഉണ്ടാക്കുകയാണോ? ഔ ഫുഖ്തും അസ്ഹാബ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അതല്ല മുഹമ്മദ് നബിയുടെ സ്വഹാബിമാരെക്കാളും മേലെ പോകാനാണോ നിങ്ങൾ വിചാരിക്കുന്നത്? ഇവരാണെങ്കിലോ അങ്ങനെ ഒന്നും ഉദ്ദേശിച്ചതല്ല. അവരാകെ പേടിച്ചു പോയി. അവരെ പറഞ്ഞു, യാ അബാ അബ്ദുറഹ്മാൻ മാ അറദ്നാ ഇല്ലൽ ഖൈർ, അല്ലയോ അബൂ അബ്ദുറഹ്മാൻ, ഞങ്ങൾ ഖൈർ മാത്രമേ ഉദ്ദേശിച്ചുള്ളൂ, വേറെ ഒന്നുമില്ല. ഞങ്ങൾ അങ്ങനെ മതത്തിൽ ഉണ്ടാക്കാൻ വിചാരിച്ചതല്ല, അങ്ങനത്തെ ദുരുദ്ദേശങ്ങളൊന്നുമില്ല, ഒരു ഖൈറായ കാര്യം ചെയ്തു എന്ന് മാത്രമേയുള്ളൂ. അദ്ദേഹം പറഞ്ഞു, വകം മിൻ മുരീദിൻ ലിൽ ഖൈരി ലാ യനാലുഹ, എത്ര ആളുകളാണ് ഉദ്ദേശം ഖൈറാണ്, പക്ഷെ ആ ഖൈർ അവർക്ക് ലഭിക്കുകയില്ല. അദ്ദേഹം താക്കീത് ചെയ്തു. അദ്ദേഹം ഇനി എങ്ങനെ ആവർത്തിച്ചാൽ ഈ പള്ളി അടക്കം ഞാൻ പൊളിച്ചു കളയുമെന്ന് വരെ അദ്ദേഹം പറഞ്ഞു എന്ന് വരെ കാണാം റിപ്പോർട്ടുകളിൽ. അത്ര ഗൗരവത്തിലാണ് സ്വഹാബിമാർ അത് കണ്ടത്. മതത്തിലേക്ക് സംഗതി കൂട്ടിച്ചേർക്കുക എന്ന് പറഞ്ഞാൽ അത് വലിയ ഗൗരവമാണ്. അവർ ചൊല്ലിയതെന്താ? സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബറാണ്, അതൊക്കെ ദീനിൽ ഉള്ള കാര്യമാണ്. പക്ഷെ അതിന് പ്രത്യേക രൂപമുണ്ടാക്കുമ്പോൾ അത് പിന്നീട് അങ്ങനെ വഴിമാറി അത് പ്രത്യേക ഇബാദത്തായി മാറും. അത് പോലും ഗൗരവമായി അവർ കണക്കാക്കുന്നുവെന്നർത്ഥം. അതുകൊണ്ട് ഈ ഒരു അടിസ്ഥാനം, ദീനിന്റെ ഈ അടിത്തറ അത് തകർന്നാൽ ദീന് പൊളിഞ്ഞു. അത് തകരാൻ പാടില്ല. ആ രണ്ടടിത്തറകളെ കാത്തു സൂക്ഷിക്കുക. ഒന്ന്, അല്ലാ യുഅ്ബദ ഇല്ലല്ലാഹ്, പടച്ച റബ്ബിനെ മാത്രം ആരാധിക്കുക. എന്തു ന്യായം പറഞ്ഞാലും അല്ലാഹ് എന്നല്ലാത്തൊരു വിളി, അല്ലാഹ് എന്നല്ലാത്തൊരു പ്രാർത്ഥന ഉണ്ടായിക്കൂടാ. ഒരു പടപ്പിനോട് ഒരു ഇബാദത്തും ഒരു പ്രാർത്ഥനയും ഒരു നേർച്ചയും ഒരു സഹായാത്രയും വഴിപാടുകളും ഒന്നും ഒരു പടപ്പിലേക്ക് പോയിക്കൂടാ. അതാണ് ഒന്നാമത്തെ അടിത്തറ. അതാ ലാ ഇലാഹ ഇല്ലല്ലാഹ്. രണ്ടാമത്തെ അടിത്തറ, അല്ലാഹും റസൂലും പഠിപ്പിച്ച ദീൻ ഏതാണോ, ഇബാദത്ത് ഏതാണോ അത് മാത്രം ചെയ്യുക, അല്ലാത്തൊന്ന് ചെയ്തുകൂടാ. അതാണ് അശ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹി എന്ന ഷഹാദത്തിന്റെ പൂർത്തീകരണം. ആ നിലക്ക് ശരിയായ ദീന് പഠിക്കാനും ജീവിതത്തിൽ പാലിക്കുവാനും പരിശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. അല്ലാഹുമ്മ റബ്ബന ആതിനാ ഫിദ് ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസന വഖിനാ അദാബന്നാർ. അല്ലാഹുമ്മ ഇഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് الأحياء منهم والأموات إنك مجيب الدعوات وقاضي الحاجات ربنا اصرف عنا
عذاب جهنم إن عذابها كان غراما إنها ساءت مستقرا ومقاما ربنا تقبل منا ربنا تقبل منا ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم وصلى الله وسلم على محمد وآله وصحبه أجمعين والحمد لله.